ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഇവിടെ പാസ്ത ഉപയോഗിച്ച് എങ്ങനെ സ്പൈസി ആയിട്ടൊരു ഡിഷ് തയ്യാറാക്കാമെന്നാണ്. ഇതിന് വേണ്ടത് ഇത് 1 കിലോഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചിലർക്ക് വളരെ സ്പൈസി ആയിട്ടുള്ളതായിരിക്കും ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസ് 2 സവാള എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എങ്ങനെ വേണേലും, നീളത്തിലല്ല, ഇത് വട്ടം വട്ടം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരു 100 ഗ്രാം ബീൻസ് എടുത്തിട്ടുണ്ട്, അതും ചെറുതായിട്ട് ഞാൻ വട്ടം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. പിന്നെ ഒരു 3 പച്ചമുളക്. ഞാൻ ഇപ്പോൾ 1 കിലോ ഫുൾ എടുക്കുന്നില്ല, ഞാൻ 1/2 കിലോ എടുത്തിട്ടാണ് 500 ഗ്രാം കൊണ്ടാണ് ഞാനിപ്പോൾ ഉണ്ടാക്കി കാണിക്കുന്നത്. അതാണിപ്പോൾ പച്ചമുളകെല്ലാം വളരെ കുറച്ചെടുത്തിരിക്കുന്നത്. 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുനുകുന അരിഞ്ഞത്, ഒരു 2 തണ്ട് വേപ്പില. ഞാൻ ക്യാരറ്റ്, ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഗ്രേറ്റ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. കാരണം ചില കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും പീസുകളായിട്ട് കിടക്കുന്നത് ചിലപ്പം നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൽ നിന്ന് തിരിഞ്ഞെടുത്ത് മാറ്റി വേസ്റ്റിലേക്ക് ഇടുകയാണ് പതിവ്. അതുകൊണ്ട് ഇതിപ്പോൾ ഗ്രേറ്റ് ചെയ്തിട്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് അത് വേസ്റ്റ് പോവില്ല. ക്യാരറ്റ് എല്ലാം പിള്ളേരുടെ ആണെങ്കിലും അത് കഴിച്ചോളും. കടിക്കാതെ കഴിക്കുന്നതുകൊണ്ട് അവർ അത് എങ്ങനെയായാലും കഴിക്കാതെ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഈ ഗ്രേറ്റ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. അത് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മതിയാവും. പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇനി കുരുമുളക് കൂടി ആഡ് ചെയ്യുന്നതുകൊണ്ട് ഒത്തിരി സ്പൈസി ആയി പോവാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രം ഞാൻ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ നൈസായിട്ട് പൊടിച്ചതല്ല, ഇത്തിരി ക്രഷ് ചെയ്തിട്ടിരിക്കുന്ന ഇതാണ് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഉപ്പ്, ഇത്ര ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാവും. ഞാനിതിന് 1/2 കിലോ പാസ്തയ്ക്ക് എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു 1.5 ലിറ്റർ വെള്ളം. അത് ഏതെങ്കിലും ഏത് പാത്രത്തിലായാലും കുഴപ്പമില്ല. ഇത് പാസ്ത ഇതിലിട്ട് വേവിച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് പാത്രം ഏതെന്ന് ഒരു കുഴപ്പവുമില്ല ഏതാണെങ്കിലും. ഞാനൊരു 1.5 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിത് 500 ഗ്രാം പാസ്ത ഇടാൻ പോവുകയാണ്. വെള്ളം ഞാൻ ഓൾറെഡി ഇവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചൂട് ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഇത്തിരി ചേർത്ത് കൊടുത്താൽ മതി. കൂടുതലിടുന്നതിൽ നല്ലത് ഇപ്പോൾ കുറച്ച് ഇട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടാവും. പിന്നീട് വെന്തതിന് ശേഷം ഒന്ന് ഉപ്പ് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അത് തിളക്കട്ടത്. പാസ്ത അവിടെ തിളച്ച വെള്ളത്തിലിട്ടിട്ടുണ്ട്. അത് വേകുന്ന ടൈം കൊണ്ട് നമുക്ക് അതിന് വേണ്ടുന്ന മസാല ഇവിടെ റെഡിയാക്കി എടുക്കാം. ടൈം വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ആ നേരം കൊണ്ട് അതവിടെ വെന്ത് കിട്ടിക്കോളും. മസാലയ്ക്കുള്ള വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇത്ര ടീസ്പൂണൊന്നും പറയുന്നില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ ഏകദേശം ഒരു അളവിൽ ഞാനിവിടെ ഇപ്പോൾ ഒഴിക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഇത്തിരി കടുക് ഇട്ട് കൊടുക്കാം. അത് ഓപ്ഷണലാണ്. എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇടുന്നത്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ ശകലം ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കടുക്.
കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 മീഡിയം സൈസ് സവാളയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഞാൻ ആഡ് ചെയ്യുകയാണ്. പെട്ടെന്ന് വഴറ്റി കിട്ടാനും എല്ലാത്തിനും നല്ലതാണ്. ഏതായാലും മസാലയ്ക്ക് കുറച്ച് ഉപ്പ് വേണമല്ലോ, അതുകൊണ്ട് ഒരു നുള്ളു ഉപ്പ് ഞാൻ ഇടുന്നു. കടുക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ക്യാരറ്റ്, അതുപോലെ തന്നെ ക്യാരറ്റ് ഞാൻ പറഞ്ഞ പോലെ അത് പീസായിട്ട് കട്ട് ചെയ്തിടണോ വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തിടണം. അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 3 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ 2 തണ്ട് വേപ്പില. മല്ലിയില കൂടി ഇട്ടിരുന്നാൽ നല്ലതാണ്. ഇപ്പം എൻ്റെ കയ്യിൽ മല്ലിയില അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ വേപ്പില മാത്രമേ ഇടുന്നുള്ളൂ. ഇതിലേക്ക് ഞാൻ സവാള ഒരുവിധം വാടിയിട്ടുണ്ട്. ഒത്തിരി മൊരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഒരുവിധം ഒന്ന് ബ്രൗൺ നിറം ആവണ്ട, ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴേക്കും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തു. കുരുമുളക് പൊടി 1 ടീസ്പൂൺ. കാശ്മീരി ചില്ലി പൗഡർ ജസ്റ്റ് ഓൾറെഡി കുരുമുളക് ചെന്നിട്ടുണ്ട്, 3 പച്ചമുളകും ചെന്നിട്ടുണ്ട്. ആകെ 1 കിലോ പാസ്തയല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഒരു കളറിന് വേണ്ടി മാത്രം കാശ്മീരി ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. പച്ചമണം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് എല്ലാത്തിൻ്റെയും ആ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 100 ഗ്രാം ബീൻസ് എടുത്തിരിക്കുന്ന ആ ബീൻസ് അതിലേക്ക് ചേർത്ത് ഇളക്കണം. ബീൻസ് വേവാനായിട്ട് ഫ്ലെയിം സിമ്മിലേക്ക് ആക്കി വെച്ചതിന് ശേഷം ജസ്റ്റ് ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കാം. ഞാനിപ്പോൾ മൂടി തുറന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ബീൻസ് വെന്തിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. ബീൻസ് ഒരു 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. അതിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മീഡിയം സൈസ് ക്യാരറ്റ് എടുത്തിരിക്കുന്നത് ഗ്രേറ്റ് ചെയ്തതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ആയതുകൊണ്ട് വേഗം വെന്ത് കിട്ടും. ഒന്ന് ജസ്റ്റ് വാടിയാൽ മാത്രം മതി.
ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അതിലേക്ക് ഞാനൊരു സീക്രട്ട് കൂടി ആഡ് ചെയ്യുന്നുണ്ട്, മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക്. ഇത് ഇടണമെന്ന്, ഇത് ഓപ്ഷണലാണ്, ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ ഗരം മസാല ഇടുന്നതിന് പകരം ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഗരം മസാല ഇട്ടാലും മതി. ഇത് ഞാൻ അതിൻ്റെ ഒരു ക്യൂബ് എടുത്ത് ഇതിലേക്ക് പൊടിച്ച് മിക്സ് ചെയ്യുകയാണ്. ഇളക്കി കൊടുക്കണം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഗരം മസാല ഇട്ടാലും മതി. പാസ്ത ഇവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഇത്തിരി കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസ് കൂടി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഗ്രീൻ പീസ് ചേർക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്. ഞാൻ ക്യാരറ്റും ബീൻസും മാത്രം എടുത്തിരിക്കുന്നു. നമ്മുടെ പാസ്ത ഇവിടെ വെന്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞു. വെന്തതിന് ശേഷം മാത്രം വെള്ളം ഊറ്റി കളഞ്ഞെടുത്ത പാസ്തയാണത്. ഞാനത് ഈ മസാല ഉണ്ടാക്കിയതിലേക്ക് മിക്സ് ചെയ്യാൻ പോവുകയാണ്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇത്തിരി പുതിനയിലൂടെ ഇട്ടാൽ നന്നായിരിക്കും. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനത് ഇടുന്നില്ല. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു കുഴഞ്ഞ രീതിയിൽ വേണമെന്നുള്ളവർക്ക് വെള്ളം ഫുള്ള് ഊറ്റി കളയേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പാസ്ത കൊണ്ടുള്ള സ്പൈസി ഡിഷ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് ബ്രേക്ക്ഫാസ്റ്റിനോ വൈകിട്ട് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കോ ഒക്കെ കൊടുക്കാൻ അവർക്കെല്ലാം ഇഷ്ടമാവും. ടേസ്റ്റിയായ പാസ്ത എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയും ചെയ്യുക.